പ്രീമിയർ പ്രോയുടെ മൊബൈൽ ആപ്ലിക്കേഷനെ പറ്റിയുള്ള എൻ്റെ ഒരു അഭിപ്രായം പറയുന്നതിനേക്കാൾ മുന്നേ തന്നെ ഈ ഒരു ആപ്ലിക്കേഷനകത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു ഫീച്ചറിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാം. ഞാൻ ഈ പറയാൻ പോകുന്ന ഈ ഫീച്ചർ ഇത്രയ്ക്കും അടിപൊളിയായിട്ട് ഇവിടെ മാത്രമേ കിട്ടത്തുള്ളൂ, വേറെ എങ്ങും കിട്ടാൻ പോകുന്നില്ല. അത്യാവശ്യം നല്ല രീതിയിലുള്ള ബാക്ക്ഗ്രൗണ്ട് നോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. എൻ്റെ ഒരു വോയിസ് എത്രത്തോളം കേൾക്കാൻ പറ്റുന്നുണ്ടെന്ന് തന്നെ അറിയത്തില്ല. അപ്പോൾ ഇനി തൊട്ട് നിങ്ങൾ കേൾക്കാൻ പോകുന്ന ഔട്ട്പുട്ട് ശരിക്കും പറഞ്ഞാൽ ഞാൻ എൻ്റെ പ്രീമിയം പോയിട്ട് എഡിറ്റ് ചെയ്തതിനു ശേഷം ആയിരിക്കും കേൾപ്പിക്കുക. ഈ ഒരു സമയത്ത് ഇതിനകത്ത് അത്യാവശ്യം നല്ല വോയിസ് എനിക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട്. എഡിറ്റ് ചെയ്തതിനു ശേഷം എങ്ങനെ ആവുന്നുള്ളതായാലും എനിക്ക് അറിയത്തില്ല. അത് ഞാൻ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി അത്യാവശ്യം വോയിസ് ഉള്ള ഏരിയയിൽ ഞാൻ വന്നു വരുന്നതാണ്. ഇപ്പം നിങ്ങൾക്ക് ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞ പറ്റി ഒരു ഐഡിയ കിട്ടി കാണും. എൻ്റെ ആ ഒരു വീഡിയോയ്ക്കകത്ത് അത്യാവശ്യം നല്ല രീതിയിലുള്ള ബാക്ക്ഗ്രൗണ്ട് ന്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കാരണം ഞാൻ റോഡ് സൈഡിലാണ് നിന്നിരുന്നത്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് എൻ്റെ വോയിസിനെ കേൾക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പക്ഷേ ഇതിനകത്തിട്ട് എഡിറ്റ് ചെയ്തതിന് ശേഷം ആ ബാക്ക്ഗ്രൗണ്ട് ന്യൂസ് ഫുള്ള് കംപ്ലീറ്റ്ലി എനിക്ക് മ്യൂട്ട് ചെയ്ത് തന്നു. എൻ്റെ സൗണ്ടിനെ അതുപോലെ എൻഹാൻസ് ചെയ്ത് കേൾപ്പിക്കുകയും ചെയ്തു. പക്ഷേ എൻ്റെ സൗണ്ടിൻ്റെ സിഗ്നേച്ചർ ഒന്നും മാറിയിട്ടില്ല. എനിക്ക് സെയിം സൗണ്ട് തന്നെ എൻ്റെ ഒരു വോയിസ് കിട്ടുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഔട്ട് സൈഡൊക്കെ ഒരുപാട് വീഡിയോസ് ഒക്കെ എടുക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഈ ഒരു ഫീച്ചർ നോട്ട് ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. അപ്പം നമുക്ക് ഇനിയും പ്രീമിയർ പ്രോ മൊബൈൽ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് നോക്കാം. അതിൻ്റെ ഇൻ്റർഫേസും കാര്യങ്ങളൊക്കെ നോക്കാം. അതേപോലെ തന്നെ ഡെസ്ക്ടോപ്പ് വേർഷനിൽ നിന്ന് ഈ ഒരു മൊബൈൽ വേർഷനിലേക്ക് വന്നപ്പോൾ എന്തൊക്കെ ഫീച്ചേഴ്സാണ് മിസ്സിങ്, അല്ലെങ്കിൽ എന്തൊക്കെ ഫീച്ചേഴ്സാണ് ആഡ് ചെയ്തിട്ടുള്ളത്, അങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. സോ നമ്മൾ ഓപ്പൺ ചെയ്തപ്പോൾ നമുക്ക് ഇതേപോലെ ഇൻ്റർഫേസാണ് നമുക്ക് കിട്ടുക. ഇവിടെ നമുക്ക് ഗാലറിയിൽ നിന്ന് നമുക്ക് വീഡിയോസൊക്കെ ആഡ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. ഫയൽസിൽ നിന്ന് ആഡ് ചെയ്യാം. പിന്നെ പ്രൊജക്റ്റ് ന്യൂ ആയിട്ട് വേണമെങ്കിൽ ബ്ലാങ്ക് പ്രൊജക്റ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യാം. അതിൻ്റെ റെസൊല്യൂഷൻ കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. സോ അങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ തന്നിട്ടുണ്ട്. പിന്നെ അടുത്തായിട്ട് നമുക്ക് ഒരു വീഡിയോയിൽ നിന്ന് ഓഡിയോ മാത്രമായിട്ട് നമുക്ക് എക്സ്ട്രാക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇമേജ് ജനറേഷന്, ഇമേജ് ടു വീഡിയോ, എക്സ്പാൻഡ് ഇമേജ്, ഇങ്ങനത്തുള്ള ഫീച്ചേഴ്സ് അടങ്ങുന്ന കുറച്ച് ഫീച്ചേഴ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ടെങ്കിലും നമുക്കത് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സബ്സ്ക്രിപ്ഷൻ എടുത്താൽ മാത്രമേ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ അതുകൊണ്ട് അതിനകത്ത് വലിയൊരു കാര്യമില്ല. ഇപ്പം ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിപ്പോൾ ഞാൻ ഓൾറെഡി യൂസ് ചെയ്തുകൊണ്ട് എനിക്കിനി യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഓൾറെഡി നമുക്ക് 2-3 എണ്ണമൊക്കെ ഒരു അക്കൗണ്ടിൽ നിന്ന് ഒരു മാസം യൂസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ആ രീതിയിലൊന്ന് യൂസ് ചെയ്ത് നോക്കാം. ഇവിടെ താഴേക്ക് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന പ്രൊജക്റ്റും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് പുതിയതായിട്ട് പ്രൊജക്റ്റ് ആഡ് ചെയ്യാണ്ട് ഇവിടെ കാണുന്ന ഈ ഒരു പ്ലസ് ബട്ടണിൽ ടാപ്പ് ചെയ്താൽ മതി. അതിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ ഇപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ സെലക്ട് ചെയ്യുന്നുണ്ട്, എന്നിട്ട് നെക്സ്റ്റ് കൊടുക്കുന്നു. അപ്പം നമുക്ക് ആ ഒരു പ്രൊജക്റ്റും കാര്യങ്ങളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. ഇനി ഇവിടത്തേക്ക് വരുമ്പോൾ നമുക്ക് വീഡിയോ ഇമേജും ഒക്കെ നമുക്ക് ഫോട്ടോ ലൈബ്രറിയിൽ നിന്ന് ആഡ് ചെയ്യാനുള്ള ഓപ്ഷനും പിന്നെ ഈ കുറച്ച് ജനറേഷൻ കാര്യങ്ങളൊക്കെയാണ്. അത് നമുക്ക് സബ്സ്ക്രിപ്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ മ്യൂസിക്കും കാര്യങ്ങളൊക്കെ അത്യാവശ്യം ആഡ് ചെയ്യാനുണ്ട്. വോയിസ് ഓവറും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ നിന്ന് ആഡ് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ സൗണ്ട് ട്രാക്കും കാര്യങ്ങളൊക്കെ ഒരുപാട് അവർ കൊടുത്തിട്ടുണ്ട്, നല്ല കാര്യമാണത്. പിന്നെ അതുപോലെ തന്നെ സൗണ്ട് എഫക്റ്റ് നമുക്ക് കുറേ ഓപ്ഷൻസ് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് പുറത്തുനിന്ന് ഡൗൺലോഡ് ചെയ്യേണ്ട കാര്യങ്ങളൊന്നും തന്നെയില്ല. അതിന് കാറ്റഗറി ഒക്കെ കൊടുത്തിട്ടുണ്ട്, അതനുസരിച്ച് നമുക്ക് വേണ്ടത് നമുക്ക് എടുക്കാൻ പറ്റുന്നതാണ്. സോ അത് കൊള്ളാം. പിന്നെ അതുപോലെ തന്നെ ടെക്സ്റ്റിൻ്റെ കാര്യത്തിലേക്ക് വരുവാണെങ്കിൽ നമുക്ക് ഇതുപോലെ ടെക്സ്റ്റ് വളരെ ബേസിക് ആയിട്ടുള്ള രീതിയിൽ ഇങ്ങനെ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. സ്റ്റൈലും കാര്യങ്ങളൊക്കെ മാറ്റാൻ സാധിക്കുന്നുണ്ട്. പിന്നെ ഫോണ്ട്, കളർ, ലേഔട്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഞാൻ ട്രാൻസിഷൻ്റെ കാര്യം കുറേ നോക്കിയിട്ട് കണ്ടത് ഈ രീതിയിൽ ക്ലിപ്പ് ഒന്ന് ആഡ് ചെയ്യുന്നതിന് പകരം ഞാൻ സ്പ്ലിറ്റ് ചെയ്യാം. സ്പ്ലിറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഈ രീതിയിൽ സെൻട്രലായിട്ടൊരു ബാർ പോലെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ട്രാൻസിഷന്. അതിലൊന്ന് ടാപ്പ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഈ രീതിയിൽ നമുക്ക് ഇഷ്ടമുള്ള ട്രാൻസിഷൻ നമുക്ക് ഇങ്ങനെ എടുക്കാനായിട്ട് പറ്റും. അതിൻ്റെ ഡ്യൂറേഷൻ കാര്യങ്ങൾ കൂടെ ചെയ്യാൻ പറ്റും. പിന്നെ ഞാൻ ട്രാൻസിഷൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഈ രീതിയിൽ ട്രാൻസിഷൻ വന്നിട്ടുണ്ട്. പിന്നെ നമുക്കിതിനകത്ത് കീ ഫ്രെയിമിൻ്റെ ഓപ്ഷനോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. അതിന് പകരമായിട്ടൊന്നും പറയാൻ പറ്റത്തില്ല. അതുപോലെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു ഓപ്ഷനാണ് ഈ ഫ്രീസ് എന്ന് പറഞ്ഞ ഓപ്ഷനോട് ടാപ്പ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു ഇമേജ് പോലെ ഒന്ന് ജനറേറ്റ് ചെയ്തിട്ട് അതിനെ നമുക്ക് ഫോട്ടോ മോഷൻ എന്ന് പറഞ്ഞിട്ട് ലെഫ്റ്റിലേക്കും സൂമിനും ഒക്കെ നമുക്ക് പാൻ ചെയ്യാനും ഒക്കെ സാധിക്കും. ഈ രീതിയിൽ ചെറുതായിട്ട് പാൻ ചെയ്യാനും സൂം ചെയ്യാനും ഒക്കെ നമുക്ക് സാധിക്കുന്നതാണ്. അതിനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട്. പക്ഷേ എന്നാലും കീ ഫ്രെയിമിൻ്റെ അത്രയും അഡ്വാൻസ് ആയിട്ടുള്ള ഓപ്ഷനൊന്നും അല്ല ഇത്. കീ ഫ്രെയിമിങ് ഇല്ലാത്തത് ശരിക്കും പറഞ്ഞൊരു പോരായ്മ തന്നെയാണ്. അതും കൂടി ഇതിനകത്ത് വേണ്ടിയിരുന്നതാണ്. ഇനി നമുക്ക് ഇതിൽ സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് ബേസിക് ആയിട്ടുള്ള ഓപ്ഷനൊക്കെ കിട്ടുന്നുണ്ട്. സ്പ്ലിറ്റിൻ്റെ ഓപ്ഷൻ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ സ്പ്ലിറ്റ് ചെയ്യണമെങ്കിൽ ഇതിലൊന്ന് ടാപ്പ് ചെയ്താൽ മതി. സ്പ്ലിറ്റ് ആയിട്ടുണ്ട്. അൺഡു ചെയ്യണമെങ്കിൽ ഇവിടെ ഓപ്ഷനുണ്ട്, റീഡു ചെയ്യണമെങ്കിൽ ഇവിടെ ഓപ്ഷനുണ്ട്. അങ്ങനത്തെ ഓപ്ഷനെല്ലാം മുകളിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ ഇതിൻ്റെ ആസ്പെക്ട് റേഷ്യോ മാറ്റണമെങ്കിൽ ഇനിയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ ആസ്പെക്ട് റേഷ്യോയും കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് മാറ്റാനായിട്ട് പറ്റും. നമുക്ക് അവർ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിത് സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഡിലീറ്റിൻ്റെ ഓപ്ഷൻ, ഡ്യൂപ്ലിക്കേറ്റിൻ്റെ ഓപ്ഷൻ, അങ്ങനത്തെ ഓപ്ഷനൊക്കെ കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ മുകളിൽ വേണമെങ്കിൽ ഒന്ന് ലെയറായിട്ടൊക്കെ വെക്കാനൊക്കെ പറ്റുമെന്ന് തോന്നുന്നു. യെസ്, അതിൻ്റെ മുകളിൽ ലെയറായിട്ടൊക്കെ നമുക്ക് ആഡ് ചെയ്യാനും കാര്യങ്ങളൊക്കെ പറ്റുന്നുണ്ട്. സോ അത് ഞാൻ ഡിലീറ്റ് ചെയ്യുകയാണ് ഓപ്ഷനൊക്കെ. പിന്നെ വോളിയം കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാണ്ട് പറ്റുന്നുണ്ട്. ഓഡിയോ ഫീഡ് കിട്ടുന്നുണ്ട്. സ്പീച്ച് എൻഹാൻസ്മെൻറ്റ് നമ്മൾ നേരത്തെ കണ്ടു വീഡിയോയുടെ തുടക്കത്തിൽ. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടൊരു ഫീച്ചറാണ്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ എൻഹാൻസ് കൊടുക്കുകയാണെങ്കിൽ നമുക്കിവിടെ കണ്ടു, ഇവിടെ നമ്മൾ സാധാരണ അഡോബയുടെ സൈറ്റിൽ നിന്ന് ചെയ്യുന്നതിനെക്കാട്ടിലും കൂടുതലായിട്ട് ഇവിടെ ഇപ്പം പ്രോസസ്സിംഗ് എന്ന് പറയുന്നത് കാണിക്കുന്നുണ്ട്. കൂടുതലായിട്ട് കിട്ടിയിരിക്കുന്ന ഓപ്ഷനാണ് നമുക്ക് സ്പീച്ചിൻ്റെ എൻഹാൻസ്മെൻറ്റ്. നമുക്ക് ഇതേപോലെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ബാക്ക്ഗ്രൗണ്ട് നോയ്സ് നമുക്ക് എത്രത്തോളം വെക്കണം അത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അങ്ങനത്തുള്ള കുറേ ഓപ്ഷനൊക്കെ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. സോ അത് നമ്മുടെ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ ഫ്രീ വെർഷൻ ആണെന്നുണ്ടെങ്കിൽ നമുക്കൊന്നും കിട്ടത്തില്ല. അവർ തരുന്ന ഒരു ലെവൽ 1 ഉണ്ട്, ലെവൽ 2 ഉണ്ട്. അതിനകത്ത് ഏതെങ്കിലും ഒന്ന് നമുക്ക് എടുക്കുക എന്ന് മാത്രം
ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. പക്ഷേ ഇത് നമുക്ക് ഈ ഒരു മൊബൈൽ ആപ്ലിക്കേഷനിലേക്ക് വരുമ്പോൾ ബെറ്റർ ആയിട്ട് അവർ ചെയ്തിട്ടുണ്ട്. നല്ല കാര്യം. പിന്നെ ഓഡിയോ ഫീഡും കാര്യങ്ങളൊക്കെ ഫീഡ് ഇൻ ഫീഡ് ഔട്ട് നമുക്ക് അതിൻ്റെ ഒരു ഓഡിയോയും കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ഇതാണ്. പിന്നെ ഇതിൻ്റെ ഓഡിയോ മാത്രമായിട്ട് നമുക്ക് താഴേക്ക് എക്സ്ട്രാക്ട് ചെയ്തിട്ട് അത് മാത്രമായിട്ട് വേണമെങ്കിൽ എഡിറ്റ് ചെയ്യും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ അത്രയൊക്കെ തന്നെ. പിന്നെ റിമൂവ് ബാക്ക്ഗ്രൗണ്ട് എന്ന ഓപ്ഷനൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്തിട്ട് നമുക്ക് വേറെ ബാക്ക്ഗ്രൗണ്ട് ആഡ് ചെയ്യാനൊക്കെ പറ്റുന്നുണ്ട് ഇതിനകത്ത്. പിന്നെ നമുക്ക് ലുക്സ് പലതരത്തിലുള്ള ഫിൽറ്റേഴ്സ് നമുക്കിവിടെ ആഡ് ചെയ്യാൻ പറ്റും. പിന്നെ ആഡ് ചെയ്യുന്ന ആ ഒരു ഫിൽറ്ററിൻ്റെ ഇൻറ്റൻസിറ്റി നമുക്കിവിടെ കൺട്രോൾ ചെയ്യാനൊക്കെ പറ്റുന്നുണ്ട്. പിന്നെ അതുപോലെ കളർ ഗ്രേഡിങ്ങിനാണെങ്കിൽ നമുക്ക് അത്യാവശ്യം എല്ലാം എക്സ്പോഷർ അങ്ങനത്തുള്ള കാര്യങ്ങളും പിന്നെ ഗ്രേഡിങ്ങിന് വേണ്ടിയിട്ട് അതൊക്കെ വളരെ ബേസിക് ആയിട്ടുള്ള ഓപ്ഷൻസാണ്. നമുക്ക് ഇഷ്ടമുള്ള ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലൊക്കെ വെച്ച് ഇമേജ് കുറച്ചുകൂടി ഭംഗിയാക്കാനുള്ള ഓപ്ഷനൊക്കെ അവർ കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് എനിക്ക് മേജറായിട്ടൊരു മിസ്സിംഗ് ആയിട്ട് എനിക്ക് തോന്നിയാൽ ഇതിനകത്ത് കീ ഫ്രെയിമിൻ്റെ ഓപ്ഷനും കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അഡ്വാൻസ് ലെവലിലുള്ള എഡിറ്റിങ് കാര്യങ്ങളൊന്നും ഇതിനകത്ത് വരുന്നില്ല. അപ്പം പിന്നെ നിങ്ങൾ പ്രീമിയം പ്രോയുടെ ഡെസ്ക്ടോപ്പ് വേർഷൻ ഉപയോഗിക്കുന്ന ഒരാളാണെങ്കിൽ നമുക്ക് ഇതിൽ എഡിറ്റ് ചെയ്തിട്ട് നമുക്ക് ഡയറക്റ്റായിട്ട് നമുക്ക് എക്സ്പോർട്ടിൻ്റെ സമയത്ത് നേരെ നമുക്ക് അഡോബെ ക്ലൗഡ് സ്റ്റോറേജിലേക്ക് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റും. ബാക്കി നിങ്ങൾക്ക് ഡെസ്ക്ടോപ്പിൽ എഡിറ്റ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഡെസ്ക്ടോപ്പിൽ എഡിറ്റ് ചെയ്യുന്ന സാധനങ്ങൾ അവിടെ നിന്ന് ഇങ്ങോട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. നമുക്ക് ഇവിടെ വേറൊരു അഡ്വാൻറ്റേജ് വരുന്നത് നമുക്ക് 4K 60 FPS ഹൈ ക്വാളിറ്റിയിൽ നമുക്ക് വീഡിയോസ് എക്സ്പോർട്ട് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഇവിടെ വരുന്നുണ്ട്. പിന്നെ ഇതിനകത്തുള്ള എല്ലാ ഓപ്ഷൻസും നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ ആക്സസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. കുറച്ച് AI ഫീച്ചേഴ്സ് വരുന്ന ഓപ്ഷൻസ് മാത്രമേ നമുക്ക് ഫ്രീ ആയിട്ട് നമുക്കിവിടെ ചെയ്യാൻ പറ്റാത്തുള്ളൂ. ബാക്കി എല്ലാ കാര്യങ്ങളും നമുക്കിവിടെ ഫ്രീ ആയിട്ട് തന്നെ ടൂൾസ് എല്ലാം നമുക്ക് ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. വേറെ പ്രോ ടൂൾസ് അങ്ങനെയൊന്നും മാറ്റി വെച്ചിട്ടൊന്നുമില്ല. അപ്പം പ്രീമിയർ പ്രോയുടെ മൊബൈൽ ആപ്ലിക്കേഷനിലുള്ള ഒരുമാതിരിപ്പെട്ട എല്ലാ ഫീച്ചേഴ്സും ഞാൻ അവിടെ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷനെ പറ്റി പറയുകയാണെങ്കിൽ ഇതിനകത്ത് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരേ ഒരു ഫീച്ചർ നമ്മുടെ സൗണ്ട് എൻഹാൻസ് ചെയ്തില്ല, ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ഒക്കെ റിമൂവ് ചെയ്ത് ആ ഒരു ഫീച്ചർ മാത്രം എനിക്ക് ഇതിനകത്ത് ഇഷ്ടപ്പെട്ടു. ബാക്കി എല്ലാ ഓപ്ഷൻസും ഇതിനകത്ത് കൊടുത്തേക്കുന്നത് വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പോൾ ട്രാൻസ്ലേഷനൊക്കെ ആണെങ്കിൽ അവിടെ 5-6 എണ്ണേ കൊടുത്തിട്ടുള്ളൂ. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഇതിനകത്ത് എഡിറ്റിംഗ് ഫെസിലിറ്റി ഭയങ്കര ലിമിറ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ ഈ ആപ്ലിക്കേഷൻ ഒട്ടും തന്നെ റെക്കമെൻഡബിൾ അല്ല. പിന്നെ വേറെ കാര്യമുള്ള ഈ ആപ്ലിക്കേഷൻ ജസ്റ്റ് ലോഞ്ച് ചെയ്തിട്ടേ ഉള്ളൂ. പിന്നീട് ഒരു ഫ്യൂച്ചറിൽ എന്തെങ്കിലും അപ്ഡേറ്റ് ഒക്കെ കൊണ്ടുവരുവാണെങ്കിൽ ഞാൻ അറിയിക്കാം, കുറച്ചും കൂടെ ഫീച്ചറൊക്കെ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ. ഒരു ആപ്ലിക്കേഷൻ എപ്പോഴും ചൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ എപ്പോഴും ചൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ കുറച്ച് അഡ്വാൻസ് ഫീച്ചേഴ്സ് ഒക്കെ ഉള്ളത് തന്നെ ചൂസ് ചെയ്യുക. ഇപ്പം നിങ്ങൾ ബേസിക് എഡിറ്റിംഗ് ചെയ്യുന്നുള്ളെങ്കിലും കുറച്ചുകൂടെ കഴിയുമ്പോൾ നിങ്ങൾ കുറച്ചുകൂടെ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ ഇമ്പ്രൂവ് ആകും. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വേണ്ടി വരും. അങ്ങനെ നോക്കുമ്പം ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷൻ LumaFusion ആയിരിക്കും. അത് നമുക്ക് മൊബൈലിൽ, ഐപാഡിൽ, അതുപോലെ ഡെസ്ക്ടോപ്പിലൊക്കെ കിട്ടുന്നുണ്ട്. അത് മാത്രമല്ല ഇതിനകത്തെ ഓപ്ഷൻസ് എല്ലാം വളരെ സിമ്പിളാണ്. ടച്ച് ഇൻ്റർഫേസിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ് ഇതിനകത്തുള്ള എഡിറ്റിംഗ് ഓപ്ഷൻ എല്ലാം കൊടുത്തിരിക്കുന്നത്. നമുക്കൊരു പർച്ചേസ് ഫീ വരുന്നുണ്ട് ഇതിനകത്ത്. ഒരു 1 ടൈം പർച്ചേസ് ഫീ വരുന്നത് 1000 റുപ്പീസാണ് വരുന്നത്. പക്ഷേ എന്നിരുന്നാലും അതിനുശേഷം നമുക്ക് ഇതിനകത്ത് വേറെ ഹിഡൻ ചാർജസ് ഒന്നും തന്നെ വരുന്നില്ല. നമുക്ക് എല്ലാ ഫംഗ്ഷൻസും യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അത്യാവശ്യം എല്ലാ അഡ്വാൻസ് ഫീച്ചേഴ്സും ഇതിനകത്ത് വരുന്നുണ്ട്. ഞാൻ ഈ പറഞ്ഞ LumaFusionൻ്റെ ഫുള്ളായിട്ടുള്ള ഒരു മൊബൈൽ എഡിറ്റിംഗ് ട്യൂട്ടോറിയൽ ഞാൻ ഉടനെ തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഐഫോൺ അല്ലെങ്കിൽ ഐപാഡ് റിലേറ്റഡ് വീഡിയോസൊക്കെ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഇതൊരു പുതിയ ചാനലാണ്. അപ്പം എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ മാക്സിമം നല്ല കണ്ടൻറ്റ് നിങ്ങൾക്ക് തരാണ്ട് ഞാൻ ശ്രമിക്കുന്നതായിരിക്കും. അപ്പം ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പോരായ്മയോ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ തോന്നുവാണെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റിൽ അറിയിച്ചാൽ ഭയങ്കര സന്തോഷം. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ.